നോമ്പു ചിന്ത 21 ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ VP ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ കൃപാസനം. വിശിഷ്യ എന്തു ചെയ്യുന്നു? ഈശോയുടെ പ്രിയപ്പെട്ട നിലപാടുകളിലൊന്നാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ പ്രതിഫലത്തിന് എന്താണ് അവകാശം എന്ന് പറയുന്ന ഭാഗങ്ങൾ. മത്തായി 5:46 വരുമ്പോൾ വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യമുണ്ട്. നോമ്പുകാലത്തും ഈ ചോദ്യം പ്രസക്തമാണ്. പതിവ് ചടങ്ങ് പോലെയുള്ള ചില പരസ്നേഹ പ്രവൃത്തികളും പ്രാർത്ഥനാരീതികളും ഭക്തകൃത്യങ്ങളുമൊക്കെ നമ്മൾ സ്വാഭാവികമായി കാലാനുസൃതം നിറവേറ്റുന്നവയാണ്. പക്ഷേ നമ്മൾ ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്ന വചനങ്ങൾ കാണാം. കാരണം ഉഴാനും ആടുമേയ്ക്കാനും പോയിട്ട് തിരിച്ചു വരുന്ന ഭൃത്യനെ പരാമർശിക്കുമ്പോൾ ഈശോ പറയുന്നത് ശ്രദ്ധിക്കൂ. അവൻ തിരിച്ചു വരുമ്പോൾ വേഗം നീ ഭക്ഷണം കഴിക്കൂ എന്ന് ആരെങ്കിലും അവനോട് പറയുമോ? പോയി എനിക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി തരിക, അതിനുശേഷം കുളിച്ചൊരുങ്ങി നീ എനിക്ക് വിളമ്പിത്തരിക എന്നല്ലേ പറയുക. ഇങ്ങനെ കൽപ്പിക്കപ്പെട്ട എല്ലാം ചെയ്ത ശേഷം ആ ദാസനോട് നന്ദി പറയുമോ എന്നുകൂടി ലൂക്കാ 17:10 ഈശോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉഴാനും ആടുമേയ്ക്കാനും പോയിട്ട് വരുന്ന ഭൃത്യൻ്റെ ജോലി സമയം ഏകദേശം 12 മണിക്കൂറാകാം. രാവിലെ 6 മുതൽ രാത്രി 12 വരെ ചിലപ്പോൾ അവന് ജോലി ചെയ്യേണ്ടി വരും. അതുമല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഏറെ രാത്രിയായി കഴിഞ്ഞിരിക്കും. ഇപ്രകാരം 12 മണിവരെ കൽപ്പിക്കപ്പെട്ടത് ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് പോലും കർത്താവ് ചോദിക്കും, വിശിഷ്യ നീ എന്താണ് ചെയ്യുന്നത്? നോമ്പുകാലത്ത് പോലും പലപ്പോഴും അവസരം കിട്ടിയിട്ടും പല ഉത്തരവാദിത്തങ്ങളും ചെയ്യാതെ മടി പിടിച്ച് പ്രവർത്തനക്ഷമത കുറച്ച് കളയുന്നവരില്ലേ? സുവിശേഷത്തിൻ്റെ ഒരു രീതി നോക്കിയാൽ നിങ്ങൾക്ക് കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്യുകയും അതിനുശേഷം ഓവർ ടൈം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെല്ലാം കൂടി ഈശോ പറയുന്ന ഒറ്റവാചകം വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന ചോദ്യമാണ്. നമ്മുടെ പ്രവർത്തനക്ഷമത, പരസ്നേഹം, പ്രാർത്ഥനാക്ഷമത, പുണ്യപ്രവർത്തികളുടെ പ്രവർത്തനക്ഷമത ഇതെല്ലാം വളർത്തിയെടുത്ത് കൃപയാർജിക്കുവാനുള്ള നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിന് കൂടുതലായി പരിശ്രമിക്കേണ്ട കാലമാണ് വർഷത്തിലെ നോമ്പുകാലം. കാരണം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതാണ്, വിശിഷ്യ നീ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കണം. കാരണം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതാണ്, വിശിഷ്യ നീ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കണം നമ്മുടെ എല്ലാ ആധ്യാത്മിക പ്രവർത്തനങ്ങളും.